ജൂലൈ 4 ഒരു സാധാരണ ദിവസമാണ്. എന്നാൽ മലയാള സിനിമയ്ക്ക് ജൂലൈ 4 എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ നടൻ ദിലീപിന്റെ ജനപ്രിയ നായകന്റെ ഭാഗ്യദിനമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2001 ജൂലൈ 4, നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മഴയൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് 2001 കാലഘട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്നും മഴ തന്നെയായിരുന്നു. ആ മഴക്കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. വലിയ സൂപ്പർ താരങ്ങളൊന്നുമില്ല, വലുതായിട്ട് അറിയപ്പെടുന്ന അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റ് സംവിധായകനല്ല, ഒരു സാധാരണ സംവിധായകൻ താഹ. കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദിലീപ്, ഹരിശ്രീ അശോകൻ, പുതുമുഖ നായകൻ നിത്യദാസ്, ഇവരൊക്കെ ഒന്നിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി പറക്കുന്നില്ല. ഒരു സിനിമ ഇറങ്ങുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സിനിമ ഏത് ലെവൽ ഹിറ്റായി എന്നുള്ളത് നമുക്കറിയാം. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്നായിരുന്നു. 2001 രാവണപ്രഭുവാണ് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ലാഭം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ സിനിമയായിരിക്കും പറക്കും തളിക. പറക്കും തളിക സിനിമയ്ക്ക് ശേഷം 2002 വീണ്ടും ലാൽ ജോസ് ദിലീപ്, രണ്ടാം ഭാവം, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ഈ രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ല. അതിൽ രണ്ടാം ഭാവം അത്യാവശ്യം ഫ്ലോപ്പുമായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു. സിനിമ തന്നെ നിർത്തി പോകാം എന്ന് വിചാരിച്ച ലാൽ ജോസിനോട് ദിലീപ് പറയാണ്, നീ എനിക്ക് വേണ്ടി ഒരു കഥ ആലോചിക്ക്, നമുക്കൊരു സിനിമ പ്ലാൻ ചെയ്യാം. അങ്ങനെ ദിലീപിന്റെ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ലാൽ ജോസും എഴുത്തുകാരൻ രഞ്ജൻ പ്രമോദും ഒരു കഥ ആലോചിക്കുന്നു. കഥ രൂപപ്പെടുന്നു. അതാണ് മീശ മാധവൻ. ആ സിനിമ ഷൂട്ട് അടക്കുമ്പോൾ ദിലീപിനൊന്ന് നിർമ്മാതാക്കളുടെ അസോസിയേഷന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് നിർമ്മാതാക്കളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അവരുടെ അസോസിയേഷന്റെ ഭാഗമായിട്ട് കുറച്ച് വിലക്കും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ ഇതെല്ലാം അതിജീവിച്ച ആ സിനിമ പൂർത്തിയാക്കുന്നു. സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നു. ആ സിനിമയും 2002 ഏറ്റവും വലിയ ഹിറ്റായി മാറി. അവിടെ മുതലാണ് ജൂലൈ 4 എന്ന് പറയുന്ന ഒരു ദിവസം ദിലീപിന്റെ ഭാഗ്യദിനമായിട്ട് കരുതുന്നത്. അല്ലെങ്കിൽ ഭാഗ്യദിനമായിട്ട് സിനിമാ ലോകം കണക്കാക്കി തുടങ്ങിയത്, ദിലീപും അങ്ങനെ കണക്കാക്കി തുടങ്ങിയത്. പിന്നെ 2003 എത്തിക്കഴിഞ്ഞപ്പോൾ CAD മൂസ, ദിലീപ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അന്ന് വരെയുള്ള ദിലീപിന്റെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ, 3 കോടിയുടെ മുകളിലാണ് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ മറ്റൊരു നിർമ്മാതാവിനെ കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് വേറൊരു നിർമ്മാതാവിന്റെ തലയ്ക്ക് റിസ്ക് ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് ദിലീപ് തന്നെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജോണി ആന്റണി എന്ന നവാഗത സംവിധായകൻ, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരുപാട് വർഷം എക്സ്പീരിയൻസ്, ദിലീപിന്റെ സുഹൃത്താണ്. ജോണി ആന്റണിയെ സിനിമ സംവിധാനം ഏൽപ്പിക്കുന്നു. ദിലീപിന്റെ സ്ഥിരം റൈറ്റേഴ്സായ സിബി ഉദയൻ സ്ക്രിപ്റ്റ് എഴുതുന്നു. CAD മൂസയും ഏത് ലെവലെത്തി എന്നുള്ളത് നമുക്കറിയാം. 2005 എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ജൂലൈ 4 റിലീസ് വന്നു. അത് ഹിറ്റ് കോംബോ, റാഫി മെക്കാട്ടിൻ ദിലീപ് സിനിമ പാണ്ടിപ്പട. ആ ഒരു സിനിമ നമ്മുടെ CAD മൂസ മീശ മാധവൻ പോലെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ ആ സിനിമയും ഒരു സൂപ്പർ ഹിറ്റ് ആയി എന്നുള്ളതാണ്. പിന്നെ 2006 എത്തിക്കഴിഞ്ഞപ്പോൾ ജൂലൈ 4 റിലീസ് ആവാൻ പറ്റില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഇറങ്ങിയത് ചെസ് എന്ന സിനിമ. ചെസ്സും ഒരു ആവറേജ് പോയി. പിന്നെ 2007 ഒരു സിനിമ, അതും ജൂലൈ 4 ഇറങ്ങിയത്, ഒരു ദിവസം മാറിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ആ സിനിമയുടെ പേര് ജൂലൈ 4 എന്നായിരുന്നു. അത് ഷുവർ ബെറ്റ് എന്ന രീതിയിലാണ് അന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. സംവിധായകൻ ജോഷി റൺവേ ലയൺ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിന് വെച്ച് ചെയ്യുന്നു. സിബി ഉദയൻ എഴുതുന്നു. പക്ഷെ ആ സിനിമ ദിലീപ് ആരാധകർക്ക് പോലും തൃപ്തിയായില്ല എന്നുള്ളതാണ്. ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും ജൂലൈ 4 എന്ന് പറയുന്ന ഒരു വർഷം, ഈ ഒരു സിനിമ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ജൂലൈ 4 എന്ന സിനിമ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദിലീപിന് എന്തുകൊണ്ടും ഭാഗ്യദിനം തന്നെയായിരുന്നു. ആ ജൂലൈ 4 അടുപ്പിച്ച് 3 സിനിമകൾ എല്ലാ വർഷവും ഇറക്കുക, അതെല്ലാം വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഇതിലെല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. പറക്കും തളികയും മീശ മാധവനും അതുപോലെ തന്നെ CAD മൂസയും തൃശ്ശൂർ ജോസ് തിയേറ്ററിന്ന് ഇന്നും കണ്ട നല്ല ഓർമ്മയുണ്ട്. പിന്നെ പാണ്ടിപ്പട കോഴിക്കോട് അപ്സര തിയേറ്ററിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ TV-യിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ DVD ഒക്കെ എടുത്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക. എന്തായാലും ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ ജൂലൈ 4 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏതാണ്? എന്റെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ മീശ മാധവനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. മറ്റുള്ള എല്ലാ സിനിമയും പലപ്പോഴും റിപ്പീറ്റായി കാണുന്നതാണ്. പക്ഷെ മീശ മാധവനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതൊരു സിനിമയുടെ കഥയായിരിക്കാം, ആ ഒരു സിനിമയുടെ അതിന്റെ ഒരു ഇമോഷൻസ് ആയിരിക്കാം, അതിന്റെ ഹ്യൂമർ സീനുകളായിരിക്കാം. ഇതൊന്നുമല്ല, ചിലപ്പോൾ വിദ്യാസാഗറിന്റെ അടിപൊളി പാട്ടുകളായിരിക്കാം.